മോദി മീഡിയ പോൾ ഫലമാണ് പുറത്ത് വന്നതെന്ന് പറയുന്നതിന് എന്തടിസ്ഥാനമാണ് ഉള്ളത്? പ്രീ പോൾ സർവേകളെ ഒരളവോളം സ്വാധീനിക്കാമെന്ന് പറയാം. പക്ഷേ സമ്മതിദാനാവകാശം നിർവഹിച്ച് പുറത്തിറങ്ങുന്നവർ ഓർക്കാപ്പുറത്ത് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും അത് രാജ്യം ഭരിക്കുന്നവർക്ക് അനുകൂലമാവുകയും ചെയ്യുന്നതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണുന്നത്? രാഹുൽ ജോഡോ യാത്ര നടത്തി എന്നല്ലാതെ നേരത്തെ ജയേന്ദ്ര മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ടീം മോദിക്ക് ബദലായി അവതരിപ്പിക്കാൻ കെട്ടുറപ്പുള്ള സുസ്ഥിരതയുള്ള ഒരു മുന്നണിയുടെ രൂപീകരണം പോലും അസാധ്യമായില്ലേ? അപ്പോൾ സ്വന്തം മുഖം വികൃതമായതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്പ്യാർ, ഇവിടെ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളൊക്കെ ഏതാണ്ട് 350 ജയചന്ദ്ര മാസ്റ്ററോട് സൂചിപ്പിച്ചതുപോലെ ഫ്രം 300 to 350 അത്രയും സീറ്റുകൾ NDAക്ക് പ്രവചിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോളുകളാണ്. അപ്പുറം പോവും. എങ്ങനെ 401 വരെ പറഞ്ഞിട്ടുണ്ട്. ചിലത് 400 അപ്പുറം പോകും എന്ന് കൂടി ചില എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നു. അവിടെ കൗതുകകരമായ 2 കാര്യങ്ങളുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും പറയണമല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ 3ാമത് വട്ടം അധികാരത്തിൽ വരാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം, ഒരുപക്ഷെ ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗം, നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളും നാളെ ഇതൊക്കെ ചരിത്രത്തിൽ കുറിച്ചു വെക്കേണ്ടതായതുകൊണ്ട്, കാരണം നെഹ്റുവിന് മാത്രമേ അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ 3 വട്ടം തുടർച്ചയായി അധികാരത്തിൽ വരാനായിട്ട് ഒരു ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ. ഒരുപക്ഷെ ഇനി ചിലപ്പോൾ അത് മറ്റൊരാളിലേക്ക് കൂടി എത്തുന്നു എന്നുള്ള ഒരു കൗതുകകരമായ കാഴ്ച കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 400-നപ്പുറം കടന്ന ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് അത് ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു. 84-ലെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 404 സീറ്റ് കിട്ടി. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിന് ലഭിച്ച സീറ്റുകൾ. അപ്പൊ ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മറികടക്കപ്പെടുവോ എന്നുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കൗതുകം കൂടി ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഞാൻ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെ അത് മുഴുവൻ തെറ്റ് എന്നൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങൾ ചില ഗ്രൗണ്ട് റിയാലിറ്റീസ്, അത് ഇന്ത്യയിൽ ആകമാനം നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചില ഗ്രൗണ്ട് റിയാലിറ്റീസ്, അത് ഞങ്ങളുടെ പാർട്ടി അണികളിൽ നിന്നും അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ചില കണക്കുകൾ, ആ കണക്കുകളിൽ ഞാനിപ്പോൾ പറയുന്നു. ഒന്ന്, കർണാടകത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ റിസൾട്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. കാരണം ഇത്ര ശക്തമായി കോൺഗ്രസ് അവിടെ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേടുക, അതായത് യാതൊരു വിധമായ അസ്വാരസ്യങ്ങളോ മറ്റുമില്ലാതെ കോൺഗ്രസ് അവിടെ NDA സഖ്യത്തിനെതിരെ ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു 60-65% സീറ്റുകളിലെങ്കിലും കർണാടകത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എക്സിറ്റ് പോളിൽ, ഇപ്പൊ എക്സിറ്റ് പോളുകൾ സമ്പൂർണമായി എന്താ പറഞ്ഞ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളുടെ നേരെ ഘടകവിരുദ്ധമായി ഫലങ്ങൾ വന്നിട്ടുള്ളതും അതിന്റെ ഒരു പ്രീസിഡന്റ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എക്സിറ്റ് പോളുകളുടെ ഈ വിശ്വാസ്യതയെ അല്ല, ഞങ്ങൾക്ക് ചില ഗ്രൗണ്ട് റിയാലിറ്റീസ്, ആ ഗ്രൗണ്ട് റിയാലിറ്റീസിൽ നിന്നുകൊണ്ട് കർണാടകത്തിലെ സ്ഥിതിവിശേഷം ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കും. 2, ഞങ്ങൾക്ക് പറയാനുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക, കാരണം ഇന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് അവിടുത്തെ പാർട്ടി പ്രവർത്തകര്, മുന്നണിയുടെ നേതാക്കള്, അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല അടക്കം, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം വിലയിരുത്തുന്നത്. ഞങ്ങളൊരു 35 സീറ്റിലേക്ക് അവിടെ പോകുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്.